ഉമർ റളിയല്ലാഹു അൻഹു ഭരണം തുടങ്ങി കുറെ കാലങ്ങൾ കഴിഞ്ഞു. രാത്രി സമയങ്ങളിൽ മദീന ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറങ്ങാതെ പ്രജകളുടെ ക്ഷേമാന്വേഷണങ്ങൾ അറിയാൻ മദീനയുടെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിലോ എന്നോർത്ത്. അത്തരം ഒരു യാത്രയിൽ, ഒരു തണുത്ത രാത്രിയിൽ മദീനയുടെ പ്രാന്തപ്രദേശത്തെ ഒരു താഴ്വരയിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തീവട്ടം കണ്ടു. ആകാംക്ഷയോടെ അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു സ്ത്രീ ആ വിജനമായ സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ ഒരടുപ്പ് കൂട്ടി തീ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ അരികിൽ തളർന്നുറങ്ങുന്ന രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അടുപ്പിന്റെ മുകളിലെ ഒരു കലത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെറും വെള്ളം മാത്രം. തന്റെ അടുത്തൊരു നിഴൽവട്ടം കണ്ടപ്പോൾ സ്ത്രീ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപരിചിതനായ ഒരു പുരുഷനെ കണ്ടപ്പോൾ വർദ്ധിച്ച കോപത്തോടെ ആ സ്ത്രീ ഖലീഫ ഉമറിനോട് ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾക്കിത്ര ധൈര്യമോ? വിജനമായ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ മാത്രമുള്ളപ്പോൾ അവളുടെ അടുത്തേക്ക് പാത്തും പതുങ്ങിയും വരാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു? അറേബ്യ ഭരിക്കുന്നത് ഉമറാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നാളെ ഈ കാര്യമെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്താവും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, അപരിചിതവും വിജനവുമായ ഒരു സ്ഥലത്ത് തീവെളിച്ചം കണ്ടുവന്നതാണ്. നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വല്ല സഹായവും ആവശ്യമുണ്ട്. സഹോദരി, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ ദൂരെ നിന്നും വരികയാണ്. പട്ടിണി സഹിക്കവയ്യാതെ. കാരണം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് സഹായം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി. നാളെ രാവിലെ ഖലീഫയെ കാണാമെന്ന് കരുതി. വിശന്ന മക്കളെ വെറുതെ വെള്ളം ചൂടാക്കുന്നത് കാണുമ്പോൾ ഭക്ഷണമായിരിക്കും എന്നാശ്വസിച്ച് കിടക്കുമല്ലോ. അവർ അങ്ങനെ ഉറങ്ങട്ടെ. ഖലീഫയ്ക്കിതൊന്നും അറിയേണ്ടതില്ലല്ലോ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിശന്നുറങ്ങുന്ന എന്റെ കുട്ടികളുടെ കാര്യത്തിൽ ഖലീഫയ്ക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാനാവും? ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിവിറച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീർ ഒലിച്ചിറങ്ങി. പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല, തിരിച്ചോടുകയായിരുന്നു. തന്റെ മന്ത്രിയുടെ വീടിന്റെ വാതിലിൽ മുട്ടി വിളിച്ചു. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ ഖലീഫ ഉമർ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, അറേബ്യയിൽ എത്ര മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട്? അമീറുൽ മുഅ്മിനീൻ, എന്റെ അറിവിൽ ആരും ഇല്ല. കഷ്ടം, നിനക്കും ഉമറിനും നാശം. ആ മലഞ്ചെരുവിലതാ ഉമറിനുള്ള ശിക്ഷ വിശന്നുറങ്ങുന്നു. നീ ഇവിടെ ഉറങ്ങുകയാണോ? എന്റെ കൂടെ വരിക. ഉമർ റളിയല്ലാഹു അൻഹു അയാളെയും കൂട്ടി പൊതുഖജനാവിന്റെ അടുത്ത് ചെന്നു. അതിന്റെ കാവൽക്കാരനോട് അത് തുറക്കാൻ പറഞ്ഞു. വലിയ ഒരു ചാക്ക് ധാന്യം തന്റെ തലയിലേക്ക് വെച്ചു തരാൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മന്ത്രിയോട് പറഞ്ഞു. അയാൾ മടിച്ചു നിന്നു. പിന്നെ ഉമറിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അത് എന്റെ ചുമലിലേക്ക് പിടിച്ചു തരിക. ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ഭാരം അങ്ങ് ചുമക്കുകയോ? കോപത്തോടെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നാളെ വിചാരണ ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പാപങ്ങളുടെ ഭാരം നീ ചുമക്കുമോ? നീ ഇതെന്റെ ചുമലിലേക്ക് വെച്ചു തരിക. ഇത് ഖലീഫയുടെ ഉത്തരവാണ്. ആ രാജകൽപ്പനക്ക് മുൻപിൽ മന്ത്രിക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. തന്റെ തലയിൽ ചുമന്ന ചാക്കും ഒരു കൈയിൽ ഈത്തപ്പഴ വട്ടിയുമായി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ മലഞ്ചെരുവ് ലക്ഷ്യമാക്കി നടന്നു. മുന്നാലെ വഴി തെളിച്ച് കാണിച്ചുകൊണ്ട് മന്ത്രി. അവരെത്തിയപ്പോൾ ആ സ്ത്രീ അമ്പരന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീക്ക് ധാന്യവും ഈത്തപ്പഴവും കൊടുത്തു. അതെല്ലാം കിട്ടിയ സന്തോഷത്തോടെ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. തീർച്ചയായും ഉമറിനേക്കാളും അറബിയുടെ ഖലീഫയാകാൻ നിങ്ങളാണ് യോഗ്യൻ. അത് കേൾക്കെ, ഇതാണ് ഖലീഫ ഉമർ എന്ന് പറയാൻ തുനിഞ്ഞ മന്ത്രിയുടെ മുഖത്തേക്ക് ഖലീഫ ഉമർ ഒന്ന് നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ മന്ത്രിക്കായില്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോടായി ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, ഖലീഫ ഉമറിന് ഒരു പക്ഷെ നിങ്ങളുടെ വിവരമൊന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം തീർച്ചയായും അള്ളാഹുവിനെ ഭയക്കുന്നവനാണ്. നിങ്ങൾ നാളെ അദ്ദേഹത്തെ ചെന്നു കാണുക.
അദ്ദേഹം നിങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു കുറച്ച് അകലേക്ക് മാറി. ആ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും കാവലെന്ന വണ്ണം പുലർച്ചെ വെള്ള കീറുന്നത് വരെ ആ മലഞ്ചെരുവിൽ ആ ഭാഗത്തിരുന്നു.